ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് രാധാകൃപാ കടാക്ഷ സ്തോത്രത്തിൻ്റെ 13ാമത്തെ ശ്ലോകം ഇന്ന് നമുക്ക് പഠിക്കാം. ഈ 13 ശ്ലോകങ്ങളാകുമ്പോൾ രാധാകൃപാ കടാക്ഷ സ്തോത്രം തീരുകയാണ്. പിന്നീടുള്ള അടുത്ത 3-4 ശ്ലോകങ്ങൾ ചെറിയ ശ്ലോകങ്ങളിൽ വരുന്നത് അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 12 ശ്ലോകങ്ങൾ നമ്മൾ പല വീഡിയോകളിലായി ചൊല്ലി ഇട്ടിരുന്നു. അത് അർത്ഥസഹിതം വിവരിച്ചിരുന്നു. അതിൻ്റെ വരികൾ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഏകാദശി ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഇത് ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. നാളെ നമ്മുടെ ഏകാദശിയാണല്ലോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണല്ലോ നാളെ കടന്നു വരുന്നത്, ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ മോക്ഷദ ഏകാദശി. അപ്പോൾ ഇങ്ങനെയുള്ള ഏകാദശി ദിവസങ്ങൾ, അതുപോലെ അഷ്ടമി ദിവസങ്ങൾ, ദശമി ദിവസം, ത്രയോദശി ദിവസം തുടങ്ങിയ ദിവസങ്ങളിൽ അഷ്ടമി, ദശമി, ഏകാദശി, ത്രയോദശി തുടങ്ങിയ ചാന്ദ്രദിനങ്ങളിലൊക്കെ ഈ രാധാ സഹസ്രനാമം വളരെ ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി പാരായണം ചെയ്യുന്ന ഒരു ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മുടങ്ങാതെ സാധിക്കുമെന്നാണ് ഈ രാധാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ഫലപ്രാപ്തിയിൽ പറയുന്നത്, അതിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നത്. അപ്പോൾ ഏകാദശി ദിവസങ്ങൾ, ത്രയോദശി ദിവസങ്ങൾ, അഷ്ടമി ദിവസങ്ങൾ, അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം ഇത് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ നാളെ ഏകാദശി ദിവസമാണല്ലോ. അപ്പോൾ രാധാ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതിൻ്റെ അവസാനത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. നമുക്ക് ആ വരികൾ കേൾക്കാം. ഇതിമത്ഭുതം സ്തവം നിശമ്യ ഭാനുനന്ദിനി കരോതു സന്തതം ജനം കൃപാകടാക്ഷഭാജനം ഭവേത്തദൈവ സഞ്ചിതത്രിരൂപകർമ്മനാശനം ലഭേത്തദാ വ്രജേന്ദ്രസൂനുമണ്ഡലപ്രവേശനം. ഇതിമദ്ഭുതം സ്തവം നിശമ്യ ഭാനുനന്ദിനി കരോതു സന്തതം ജനം കൃപാകടാക്ഷഭാജനം ഭവേത്തദൈവ സഞ്ചിതത്രിരൂപകർമ്മനാശനം ലഭേത്തദാ വ്രജേന്ദ്രസൂനു മണ്ഡലപ്രവേശനം. നമുക്ക് ഓരോ വരികളായിട്ട് നോക്കാം. ഇതി മദ്ഭുതം, ഇതി അത്ഭുതം സ്തവം നിശമ്യ ഭാനുനന്ദിനി കരോതു സന്തതം ജനം കൃപാകടാക്ഷഭാജനം ഭവേത് തദൈവ സഞ്ചിത ത്രിരൂപകർമ്മനാശനം ലഭേത് തദാ വ്രജേന്ദ്രസൂനു മണ്ഡലപ്രവേശനം. ഇതി മദ്ഭുതം സ്തവം നിശമ്യ ഭാനുനന്ദിനി, അല്ലയോ ഭാനുനന്ദിനി, വൃഷഭാനുവിൻ്റെ മകളായ അല്ലയോ ശ്രീ രാധാദേവി, ഇതിമദ്ഭുതം സ്തവം, ഈ അത്ഭുതകരമായ ഈ സ്തവം, ഈ സ്തോത്രം, ഏറ്റവും വിസ്മയകരമായ ഈ പ്രാർത്ഥന ആരാണോ ചൊല്ലുന്നത് അത് കേട്ട് കരോതു സന്തതം ജനം കൃപാകടാക്ഷഭാജനം, അത് ചൊല്ലുന്ന ജനത്തിൻ്റെ, ഈ അത്ഭുതകരമായ സ്തോത്രം ചൊല്ലുന്ന ജനത്തിൻ്റെ നേരെ അല്ലയോ വൃഷഭാനുവിൻ്റെ നന്ദിനിയായ രാധാദേവി, അവിടുത്തെ കൃപാകടാക്ഷം ലഭേ തദൈവ സഞ്ചിത ത്രിരൂപകർമ്മനാശനം, അവിടുത്തെ കൃപാകടാക്ഷം തുടർച്ചയായി ആ ചൊല്ലുന്ന വ്യക്തിയുടെ നേരെ ചൊരിയണമേ എന്നാണ് ഇവിടെ ശ്രീ പരമശിവൻ പ്രാർത്ഥിക്കുന്നത്. ആരാണോ ദേവിയെ ഭക്തിയോടുകൂടി ഈ സ്തവം ചൊല്ലി പ്രകീർത്തിക്കുന്നത് അവരുടെ നേരെ അല്ലയോ രാധാദേവി അവിടുത്തെ കൃപാകടാക്ഷം നിരന്തരം ചൊരിയണമേ. അതുമാത്രമാണോ, ലഭേ തദൈവ സഞ്ചിത ത്രിരൂപകർമ്മനാശനം, ത്രിരൂപകർമ്മനാശനം, 3 വിധത്തിലുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെയൊക്കെ നാശനം, ആ കർമ്മങ്ങളെല്ലാം ഇല്ലാതെയായി
നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളുടെ ജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങളുടെ കർമ്മങ്ങളുടെ എല്ലാം അതിൻ്റെ എല്ലാം ദൂരീകരണം അതെല്ലാം ഇല്ലാതെയാക്കുവാനും ഈ സ്തോത്രം വളരെ ശ്രേയസ്കരമാണെന്നാണ് ശ്രീ പരമശിവൻ ഈ വരികളിലൂടെ വിവരിക്കുന്നത്. ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം തുടങ്ങിയ ആ ത്രിവിധമായ കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യും. അതുപോലെ തന്നെ ത്രിഗുണങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാകും. ഭൂതകാലത്തിൻ്റെയോ വർത്തമാനകാലത്തിൻ്റെയോ ഭാവി കാലത്തിൻ്റെയോ പൂർണ്ണമായ ആ ചുമതല അതിൽ ആ ഭൂതം, ഭാവി, വർത്തമാനം തുടങ്ങിയ ആ 3 കാലങ്ങളിൽ വരുന്ന കർമ്മങ്ങളും നമ്മുടെ സഞ്ചിത കർമ്മങ്ങളുടെ ഫലമാണ്. അപ്പോൾ ആ കർമ്മങ്ങളുടെ എല്ലാം നാശമാണ്, ആ കർമ്മങ്ങളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ഇല്ലായ്മയാണ് ഈ രാധാകൃപാ കടാക്ഷ സ്തോത്രം നിത്യേന ജപിക്കുന്ന ഭക്തന് രാധാദേവിയുടെ അനുഗ്രഹം മൂലം ഈ കർമ്മങ്ങൾക്കെല്ലാം ആ നാശനം ഉണ്ടായി വരുമെന്ന് നമ്മുടെ ആത്മാവിന് പൂർണ്ണ സ്വതന്ത്രത കിട്ടും എന്നാണ് ഈ വരികളിലൂടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കർമ്മനാശം സംഭവിച്ച വ്യക്തി അല്ലയോ നന്ദനന്ദനായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പ്രിയ തോഴിയായ രാധാറാണിയും നന്ദനന്ദനും കൂടി ഒന്നിച്ച് സന്തോഷിച്ച് കൂട്ടാളികളുമായി വാഴുന്ന ആ സഭയിൽ ഇത് നിത്യേന ചൊല്ലുന്ന ആൾക്ക് അവിടെ പ്രവേശനം ലഭിക്കും എന്നുമാണ് പരമശിവൻ ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ രാധാറാണിയും നന്ദനന്ദനായ ഭഗവാനും കൂടി എവിടെയാണ്, കൂട്ടാളികളും കൂട്ടുകാരുമായി എവിടെയാണ് സന്തോഷമായി എന്നും വിരാജിക്കുന്നത്? ഗോലോക വൃന്ദാവനത്തിൽ. അത് വൈകുണ്ഠത്തിനും മേതെ സ്വർഗത്തിനുമൊക്കെ ഉപരിയായി വൈകുണ്ഠ ലോകത്തിനും ഉപരിയായിട്ടുള്ള സ്ഥിരമായ ആത്മാക്കളുടെ ഒരു സമ്മേളിതമായിട്ടുള്ള സ്ഥലമാണ്. ആരാണോ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പ്രപഞ്ചനാഥനായി ആരാധിക്കുന്നത്, ആരാണോ ശ്രീ രാധാദേവിയെ ആദിപരാശക്തിയായി ആരാധിക്കുന്നത്, അവർ എത്തിച്ചേരുന്ന ആ പരമമായ ആ ഗോലോക വൃന്ദാവനമാണ് ഇവിടെ ഈ രാധാ സഹസ്രനാമം ആലപിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന പരമമായ പദം. അപ്പോൾ ഈ രാധാ സഹസ്രനാമ സ്തോത്രം നിത്യേന ചൊല്ലി നമുക്ക് ആ ഒരു പദത്തിലേക്ക് എത്തുവാൻ ശ്രീ ഭഗവാന്റെയും രാധാറാണിയുടെയും ആ ഒരു പരമമായ സന്തോഷത്തിന് പാത്രമാകുവാൻ, അനുഗ്രഹത്തിന് പാത്രമാകുവാൻ നമുക്ക് ശ്രമിക്കാം. ഇനിയും ഈ ശ്ലോകങ്ങൾ 1 മുതൽ 13 വരെയുള്ളത് ഒന്നുകൂടി ചൊല്ലാം. മുനീന്ദ്രവൃന്ദവന്ദിതേ ത്രിലോകശോകഹാരിണി പ്രസന്നവക്ത്രപങ്കജേ നികുഞ്ചഭൂവിലാസിനി വ്രജേന്ദ്രഭാനുനന്ദിനി വ്രജേന്ദ്രസൂനുസംഗദേ കഥാകരീഷ്യസി മാം കൃപാകടാക്ഷഭാജനം അശോകവൃക്ഷവല്ലരീ വിതാനമണ്ഡപസ്ഥിതേ പ്രവാലബാലപല്ലവ പ്രഭുരുണാഘ്രികോമളേ വരാഭയസ്ഫുരത്കരേ പ്രഭൂതസമ്പദാലയേ കഥാകരീഷ്യസി മാം കൃപാകടാക്ഷഭാജനം അനംഗരംഗമംഗളപ്രസംഗഭംഗുരഭ്രുവാം സവിഭ്രമം സസംഭ്രമം ദൃഗന്ധബാണപാദനൈഃ നിരന്തരം വശീകൃതപ്രതീതനന്ദനന്ദനേ കഥാകരീഷ്യസി മാം കൃപാകടാക്ഷഭാജനം തദിത്സുവർണചമ്പകപ്രദീപ്തഗൗരവിഗ്രഹേ മുഖാപ്രഭാപരാസ്തകോടിശാരദേന്ദുമണ്ഡലേ വിചിത്രചിത്രസഞ്ചരച്ചകോരശാവലോചനേ കഥാകരീഷ്യസി മാം കൃപാകടാക്ഷഭാജനം മദോന്മദാദിയൗവനേ പ്രമോദമാനമണ്ഡിതേ പ്രിയാനുരാഗരഞ്ജിതേ കലാവിലാസപണ്ഡിതേ അനന്യധന്യകുഞ്ചരാജ്യ കാമകേളികോവിദേ കഥാകരീഷ്യസി മാം കൃപാകടാക്ഷഭാജനം അശേഷഹാവഭാവ
ധീരഹീരഹാരഭൂഷിതേ പ്രഭൂതശാതകുംഭകുംഭ കുംഭികുംഭസുസ്തനീ പ്രശസ്തമന്ദഹാസ്യചൂർണപൂർണസൗഖ്യസാഗരേ കഥാകരീഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. മൃണാളവാലവല്ലരീ തരംഗരംഗദോർലതേ ലതാഗ്രലാസ്യലോലനീലലോചനാവലോകനേ ലലല്ലുലന്മിലന്മനോജ്ഞമുഗ്ധമോഹിനാശ്രിതേ കഥാകരീഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. സുവർണമാലികാഞ്ചിത ത്രിരേഖകംഭുകണ്ഠകേ ത്രിസൂത്രമംഗലീഗുണത്രിരത്നദീപ്തിദീധിതേ സലോലനീലകുന്തല പ്രസൂനഗുച്ഛഗംഭിതേ കഥാകരീഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. നിദംബബിംബലംബമാനപുഷ്പമേഖലാഗുണേ പ്രശസ്തരത്നകിങ്കിണീ കലാപമധ്യമഞ്ജുളേ കരീന്ദ്രശുണ്ഠദണ്ഡിക വരോഹ സൗഭഗോരുകേ കഥാകരീഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. അനേകമന്ത്രനാദ മഞ്ജുനൂപുരാരവസ്കലാത് സമാജരാജഹംസവംശ നിക്വണാദിഗൗരവേ വിലോലഹേമവല്ലരീ വിഡംബിചാരുചംക്രമേ കഥാകരീഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. അനന്തകോടി വിഷ്ണുലോകനമ്രപത്മജാർച്ചിതേ ഹിമാദ്രിജാ പുലോമജാ വിരിഞ്ചിജാ വരപ്രദേ അപാരസിദ്ധിറിദ്ധി ദിഗ്ധസത്പദാങ്കുലീനഖേ കഥാകരീഷ്യസീഹ മാം കൃപാകടാക്ഷഭാജനം. മഹേശ്വരീ ക്രിയേശ്വരീ സ്വധേശ്വരീ സുരേശ്വരീ ത്രിവേദഭാരതീശ്വരീ പ്രമാണശാസനേശ്വരീ രമേശ്വരീ ക്ഷമേശ്വരീ പ്രമോദകാനനേശ്വരീ വ്രജേശ്വരീ വ്രജാധിപേ ശ്രീരാധികേ നമോസ്തുതേ. ഇതിമദ്ഭുതം സ്തവം നിശമ്യ ഭാനുനന്ദിനി കരോതു സന്തതം ജനം കൃപാകടാക്ഷഭാജനം. ഭവേത് തദൈവ സഞ്ചിതത്രിരൂപകർമ്മനാശനം ലഭേത് തദാ വ്രജേന്ദ്രസൂനുമണ്ഡലപ്രവേശനം. രാഗായാം ച സിതാഷ്ടമ്യാം ദശമ്യം ച വിശുദ്ധദിഹി ഏകാദശ്യാം ത്രയോദശ്യാം യഃ പഠേ സാധക സുദിഹി യം യം കാമയതേ കാമം തം തം പ്രാപ്നോതി സാധകഃ രാധാകൃപാകടാക്ഷേണ ഭക്തിഃ സാ പ്രേമ. ഉരുദഗ്നേ നാഭിദഗ്നേ ഹൃദ്ദഗ്നേ കണ്ഠദഗ്നേ രാധാകുന്ദ ജലേ സ്ഥിത്വാ യഃ പഠേ സദഃ ശതഃ തസ്യ സർവത്രഃ സിദ്ധഃ സ്യാദ് വാഗ് സാമർഥ്യ തതോ ലാഭേത് ഐശ്വര്യം ച ലഭേത് ദഭേത് ശംഭേത് തേന സത്തത്ക്ഷണാത് ഏവ തുഷ്ടാദതി മഹാവരം യേന പശ്യതി നേത്രഭ്യം തത്പ്രിയം ശ്യാമസുന്ദരം നിത്യലീലാപ്രവേശം ച ദദാതി ഹി വ്രജാധിപാഃ അധഃ പരാതരം പ്രാപ്യാം വൈഷ്ണവനം ന വിദ്യതേ. അപ്പോൾ ഇത്രയുമാണ് ശ്രീ രാധാ കൃപാ കടാക്ഷ സ്തോത്രം. ഇതിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളാണ് രാധാദേവിയെ പുകഴ്ത്തിക്കൊണ്ട്
ശ്രീ പരമേശ്വരൻ രാധാദേവിയുടെ ഭക്തിക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ജപിക്കുന്നത്. അതിനുശേഷമുള്ളത് ആ രാധാകൃപാ കടാക്ഷ സ്തോത്രം ചൊല്ലുന്നത് ഏതൊക്കെ ദിവസങ്ങളിൽ ചൊല്ലാമെന്നും ചൊല്ലിയാൽ ആ ഭക്തന് ലഭിക്കുന്ന ഐശ്വര്യത്തെക്കുറിച്ചുമാണ് ഫലശ്രുതിയാണ് പിന്നീടുള്ളത്. അങ്ങനെ ശ്രീ രാധാകുണ്ഠത്തിലെ ആ ജലത്തിൽ തുട, പുക്കിൾ, നെഞ്ച് അല്ലെങ്കിൽ കഴുത്ത് വരെ നിന്നുകൊണ്ട് ഈ സ്തവം 100 പ്രാവശ്യം പാരായണം ചെയ്യുന്ന സാധകൻ മനുഷ്യൻ്റെ അസ്തിത്വത്തിലെ 4 പുരുഷാർത്ഥങ്ങളിലോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലോ പൂർണ്ണത കൈവരിക്കുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അതാണ് പുരുഷാർത്ഥങ്ങൾ. ആ പുരുഷാർത്ഥങ്ങളുടെ എല്ലാം മോചനം അതിലൂടെയെല്ലാം സാധ്യമാകുന്നു. അതീന്ദ്രിയമായിട്ടുള്ള ഒരു മഹത്വം കൈവരിക്കുകയും പൂർണ്ണമായ മോക്ഷപ്രാപ്തിക്കും ഈ രാധാ സഹസ്രനാമം രാധാകുണ്ഠത്തിൽ നിന്ന് 100 പ്രാവശ്യം ജപിക്കുന്ന വ്യക്തിക്ക് സാധ്യമാകുമെന്നാണ് പറയുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ അതിന് സാധിക്കാത്തവർ ദശമി ദിവസം, അഷ്ടമി ദിവസം, ഏകാദശി ദിവസം, ത്രയോദശി ദിവസം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ ഇത് നിത്യേന പാരായണം ചെയ്യണം എന്നുമാണ് വിവരിക്കുന്നത്. അങ്ങനെ രാധാദേവി ഇത് ചൊല്ലുന്നത് വഴി വളരെ സന്തുഷ്ടയാകുന്നു. അങ്ങനെ തന്നെ രാധാദേവിയുടെ അനുഗ്രഹം വളരെ വേഗം ലഭിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ശ്യാമസുന്ദരനായ കണ്ണനെ നമുക്ക് നേരിട്ട് കാണുവാൻ, ഗോലോക വൃന്ദാവനത്തിൽ എത്തുവാൻ ഈ സഹസ്രനാമം വഴി സാധ്യമാകുന്നു. അങ്ങനെ ആ വ്രജഭൂമിയിൽ ഭഗവാന്റെ നിത്യമായ ഉല്ലാസപ്രദമായ ആ വിനോദങ്ങളിലേക്ക് നമുക്കും പ്രവേശനം ലഭിക്കുവാൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഈ രാധാ സഹസ്രനാമ സ്തോത്രം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്നാണ് ഈ ഫലശ്രുതിയുടെ അർത്ഥം. അപ്പോൾ എല്ലാവരും ഈ രാധാ സഹസ്രനാമ സ്തോത്രം നിത്യേന പാരായണം ചെയ്യുക. ഇതിൻ്റെ വരികളെല്ലാം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഓരോ വീഡിയോയിൽ ഓരോ ശ്ലോകങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുൻപുള്ള വീഡിയോകൾ ശ്രദ്ധിക്കുക. രാധാ കൃപാ കടാക്ഷ സ്തോത്ര എന്ന പേരിൽ ആ ടൈറ്റിലിൽ ചെയ്തിട്ടുള്ള വീഡിയോകൾ. അത് അവസാനത്തെ ഭാഗമാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ ഇത് ഏകാദശി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ചൊല്ലുക. എല്ലാവർക്കും രാധാദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. സർവവും ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.